മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 2-ാമത്തെ വാക്യം, സെയിൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 9 വേഴ്സ് 2. അവർ ഒരു വലിയ തളർവാത രോഗിയെ ശയ്യോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാത രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വളരെയേറെ വേദനയോടെയാണ് ഒരു ഫോൺ കോൾ വന്നു. അത് വിളിച്ചത് ഒരു റവറൻഡ് സിസ്റ്ററാണ്. സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ, എൻ്റെ അമ്മ ഈ ആശുപത്രിയിലെ വരാന്തയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന്, എന്തു പറ്റി അമ്മേ എന്ന് ചോദിച്ചു. അമ്മ രോഗബാധിതയാണ്, ഡോക്ടറെ കാണണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് മകൻ അമ്മയെ കൊണ്ടുവന്ന് ഈ ആശുപത്രിയുടെ മുൻപിൽ ബസ്സിൽ ഇറക്കിയിട്ട് പോയി എന്നാണ് അമ്മ പറഞ്ഞത്. ഈ അമ്മയുടെ മകൾ തന്നെയാണ് ഈ സന്യാസിനി. അവൻ സന്യാസിനിയായ മകൾക്ക് വലിയ വിഷമം തോന്നി. അമ്മയെ തനിയെ ഇവിടെ വിട്ടിട്ട് പൊക്കളഞ്ഞല്ലോ. അവൻ എന്തൊരു മനുഷ്യനാ, ഒരു പെറ്റമ്മയല്ലേ, ഇങ്ങനെയാണോ അമ്മയോട് പെരുമാറുന്നത് എന്നൊക്കെ ഈ റവറൻഡ് സിസ്റ്റർ സംസാരിക്കുകയുണ്ടായി. അത് സാരമില്ല, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആ അമ്മയ്ക്ക് ശുശ്രൂഷ കൊടുക്കുവാൻ മകളെ ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നീങ്ങുക, എല്ലാം ദൈവം ക്രമീകരിക്കും എന്ന് ആശ്വസിപ്പിക്കുവാനാണ് അന്ന് സാധിച്ചത്. ഏതായാലും അങ്ങനെ ആ അമ്മയെ ആശുപത്രി പ്രവേശിപ്പിച്ച് ആവശ്യമായ ശുശ്രൂഷകൾ നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യബന്ധങ്ങളിൽ നിന്നും തിരസ്കരണങ്ങൾ ഉണ്ടാവാം, അവിടെ തളരേണ്ട ആവശ്യമില്ല. ദൈവം ഒരു കരുതൽ നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ആ തളർവാത രോഗിയെ അന്നത്തെ കാലത്ത് ചുമന്നുകൊണ്ട് വന്നതുപോലെ ദൈവം എന്നെ വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ വഴി നടത്തും എന്ന വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് ധീരതയോടെ മുന്നോട്ട് പോകുവാൻ നമുക്കേവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.